ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെടുക അല്ലേ? ചില നഷ്ടപ്പെടലുകൾ ചെറിയ വേദനകൾ ഉണ്ടാക്കുള്ളൂ. കാരണം നമ്മൾക്ക് നഷ്ടപ്പെടുന്ന വ്യക്തികൾ നമുക്കെത്ര വലുതായിരുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലുള്ള വേദന അല്ലേ? ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയായി മാറുന്നു, മറ്റൊരാളുടെ ഭർത്താവായി മാറുന്നു. അങ്ങനെ മറ്റാർക്കും ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഷെയർ ചെയ്ത് അല്ലേ സന്തോഷത്തോടു കൂടി ജീവിക്കാം. മറിച്ചുള്ള വിഭാഗവും ഉണ്ട്, ഞാൻ കോമൺ ആയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒറ്റ കാര്യം ഞാൻ പറയാൻ മറന്നു. സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഭാര്യ ഭർത്താവ്, അത് ചിലരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പെട്ടെന്നുള്ള കുറച്ച് നാളുകളൊക്കെ ഒന്നിച്ച് ജീവിക്കുകയുള്ളൂ. അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞു പോകും. ചിലർ വൈകിയാകാം, ചിലർ നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആരായാലും അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് അവരെത്ര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ് അല്ലേ? അവരുടെ ആ സന്തോഷപരമായ ജീവിതമാണ് അവർ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് അല്ലേ? എത്ര തീവ്രമായി നിങ്ങൾ പരസ്പരം സ്നേഹിച്ചുവോ അത്രയും തീവ്രമായിരിക്കും നിങ്ങൾ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയും അല്ലേ? ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് സ്നേഹിച്ചാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നതല്ലേ? ഒരുപാട് സ്നേഹിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ഈ പറയുന്നതാണ്. സ്നേഹത്തിന് ഓപ്പോസിറ്റ് നമുക്കൊരു വേദന ഉള്ളതാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചാൽ അതിനൊരു വേദനയും ഉണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാണ്. കാരണം ജനിച്ചാൽ മരണം ഉണ്ട്, അത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു ജീവിതത്തിലെ വലിയൊരു കാര്യമാണ് അല്ലേ? ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ കാണും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്നത്. പെട്ടെന്നുള്ള മരണമാണെങ്കിൽ അത് ഒട്ടും താങ്ങാൻ പറ്റില്ല. അത് ഡിപ്രഷനിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ എന്തെങ്കിലും അസുഖമോ വയ്യാഴികയൊക്കെ വന്ന് കിടന്ന് കുറച്ച് നാളൊക്കെ വയ്യാതൊക്കെ കിടന്നിട്ടുള്ള മരണമാണെങ്കിൽ നമ്മളെന്താണ്, നമ്മുടെ മനസ്സ് പതുക്കെ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അതായത് വയ്യാതെ വരുമ്പോൾ വയ്യാതായി, അപ്പം തൊട്ട് നമ്മുടെ മനസ്സ് പറയും വയ്യ, ഇനി എങ്ങനെയാവും ശരിയായി പോകും എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണ്, ഇങ്ങനെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങും. പക്ഷെ പെട്ടെന്നൊരു മരണം എന്ന് പറയുമ്പോൾ എന്താണ്, ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറയാനായിട്ട് ജീവിതം ജീവിച്ച് തന്നെ തീർക്കണം അല്ലേ? എത്ര പ്രിയപ്പെട്ടവരായാലും ആദ്യമേ പോയെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല മരണം. പിന്നീട് അദ്ദേഹം തന്ന, അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ ജീവിതത്തിൽ തന്ന സന്തോഷങ്ങളെക്കുറിച്ച് ഓർക്കുക. ബാക്കി വച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവരുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക. അദ്ദേഹം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കുട്ടികൾ, അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുക. മനസ്സിനെ ഓരോ നിമിഷവും പഠിപ്പിക്കുക. എൻ്റെ കൂടെ ഉള്ള ആൾ മരണപ്പെട്ടു എങ്കിലും പൂർണ്ണമായി എന്നെ വിട്ടു പോകില്ല. നിങ്ങളൊരിക്കലും ഒറ്റപ്പെടുക എന്നുള്ളൊരു ഫീലിംഗ്, നമ്മുടെ കൂടെ ആളുണ്ട്, നമ്മൾ അദ്ദേഹം മരിച്ചു എന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മുടെ കൂടെ ആളുണ്ട്, അതാണ് നമുക്ക് കിട്ടുന്ന ധൈര്യം. നമ്മുടെ കൂടെ ആളുണ്ട്, എങ്ങും നമ്മളെ വിട്ട് പോകില്ല എന്നൊക്കെ പറയാനുണ്ടോ? ഫോട്ടോയിൽ നോക്കിയൊക്കെ പറയത്തില്ലേ? അത് നമ്മുടെ മനസ്സിനത് റിലാക്സ് തരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസം തരുന്നുണ്ടെങ്കിൽ മറ്റാരും കാണാതെ നമുക്കങ്ങനെ സംസാരിക്കാം. അത് എന്ത് കാര്യത്തിലായാലും.
നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഭ്രാന്തെന്നൊക്കെ പറയായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറയുന്നില്ല. നിങ്ങൾക്കത് എന്താണോ ആവശ്യം, അത് നിങ്ങളുടെ മനസ്സിന് എന്താണോ ആവശ്യം, അത് മറ്റാരും അറിയാതെ നമുക്ക് സംസാരിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യം നമുക്ക് അധികമില്ല. ബോധിപ്പിക്കേണ്ട കാര്യം മാത്രം ബോധിപ്പിച്ചാൽ മതി, അല്ലേ? അപ്പം നമ്മൾ ആ പ്രസൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകും, നമ്മൾ ഒരുപാട് ഒറ്റപ്പെടലിലേക്ക് പോകും, അല്ലേ? അപ്പോൾ ആ വേർപാടുകൾ നമ്മളെ നെഗറ്റീവായി ഒരുപാട് ബാധിക്കാതെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവുകൾ കണ്ടെത്തണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അതൊക്കെ നേടിയെടുക്കാൻ. അപ്പോൾ അത് നമ്മൾക്ക് എന്താണ്, പോസിറ്റീവ് എനർജി തരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടേതായിട്ടുള്ള ഒരു ഇതാണ് എൻജോയ്മെൻറ്റ്, അല്ലേ? നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കണ്ടെത്തുക, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. അല്ല എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിൻ്റെ സമയമായില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് സംഭവിക്കില്ല. അത് നമുക്ക് തിരിച്ചടികൾ മാത്രമേ നൽകുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുക. ഞാൻ പറയാം എപ്പോഴും, ഞാൻ എന്ത് തിരിച്ചടി എൻ്റെ ജീവിതത്തിലുണ്ടായാലും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എന്ത് സംഭവിച്ചാലും നല്ലതിനാണ്. ഒരു മരണം സംഭവിക്കുന്നത് നല്ലതിനാണെന്നല്ല, പക്ഷേ നമുക്കൊന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മറ്റൊന്ന് ഈശ്വരൻ എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകും ഒരു നല്ലത്. അങ്ങനെ കരുതുക. നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ.